ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സേഫായിട്ടിരിക്കുന്നു. മഴക്കാലമൊക്കെ എങ്ങനെ പോകുന്നു? ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. മതിലൊക്കെ പൊളിഞ്ഞാടിയിട്ടുണ്ട്. അവിടെ ഒരു തേക്കിൻ്റെ മരം വീണിട്ടുണ്ട്. പിന്നെ ഇതവിടെ മൊത്തം വെള്ളം കെട്ടി കിടക്കുകയാണ്. പിന്നെ ഇത് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ നിന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൻ്റെ വളക്കുഴിയാണ് അവിടെ ഷീറ്റിട്ട് മൂടിയിട്ടുള്ളത്. അവിടെ ഞങ്ങളൊരു ഷീറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞ് വീണു. കറണ്ട് കമ്പി പൊട്ടി വീണു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. വീട് കെട്ടാൻ വേണ്ടിയിട്ട് നിരത്തിയിട്ടുള്ള പറമ്പാണ്. മൊത്തം വെള്ളമാണ് എല്ലാ മഴക്കാലത്തും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വീട് കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അവസ്ഥ. ഇത് ഞങ്ങൾ കറിവേപ്പിലേൻ്റെ മരമാണ്. മഴക്കാലത്ത് കറിവേപ്പിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം നന്നായിട്ട് ഇലയൊക്കെ ഉണ്ടായി നന്നായിട്ട് തിക്കായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരികയാണ്. വേനൽക്കാലം ആയതുപോലെ ഉണ്ടാവില്ല കേട്ടോ. ഇലയൊക്കെ പുള്ളിയൊക്കെ കുത്തി ഓട്ടയൊക്കെ ആയിട്ട് പുഴുവൊക്കെ തിന്നിട്ടുണ്ടാവും. മഴക്കാലം നല്ല രസമാണ് കാണാൻ. ഇതൊക്കെയാണ് ഞങ്ങൾ നാട്. ചുറ്റും മലകളാണ്. പ്രത്യേകിച്ചും മഴക്കാലത്ത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ടൗണിൽ നിന്നാണ് വരുന്നത് കേട്ടോ. കല്യാണം കഴിച്ച് വന്നത് ഈ നാട്ടിൻപുറത്തൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മഴ ഇങ്ങനെ പെയ്യുന്നത് കാണുമ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് മഴക്കാലം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തതാണ്. താഴെ പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കയറുകയൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾ വീട് ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മഴക്കാലത്ത് ഞങ്ങൾ ഇവിടെ തന്നെയാണ് നിൽക്കൽ. എന്ത് ഫ്ലഡ് ഉണ്ടായെങ്കിലും വീട് ഒഴിഞ്ഞു പോകേണ്ടിയൊന്നും വരില്ല. അങ്ങനെ വീട്ടിലേക്ക് വെള്ളം കയറലില്ല കേട്ടോ. അൽഹംദുലില്ലാ. ഓരോരുത്തരുടെ അവസ്ഥ ഒക്കെ നമ്മൾ കാണുമ്പോൾ പത്രത്തിലും ന്യൂസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണല്ലേ, വീടൊക്കെ തകർന്ന് വീണൊക്കെ. അപ്പോൾ ഞങ്ങളും ഇതുപോലെയൊക്കെ ചുറ്റും മലകളുള്ള ഒരു ഏരിയയിലാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഈ നാട്ടിലങ്ങനെ ഉണ്ടായിട്ടില്ല. ആർക്കും അങ്ങനെയൊന്നും ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. മരം വീണ് കറണ്ട് വള്ളിയൊക്കെ പൊട്ടും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ. ഇനിയും അങ്ങനെ തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോവട്ടെ. അപ്പോൾ കറിവേപ്പില മരത്തിൻ്റെ എങ്ങനെയാണ് നോക്കണമെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങൾ തൊട്ടടുത്തുള്ള പറമ്പാണ്. ഇവിടെ ഇളച്ചിന് വീട് കയറ്റാൻ വേണ്ടി തറ ഇട്ടതാണ് കേട്ടോ. പക്ഷെ മഴ ആയതുകൊണ്ട് വെട്ടുകല്ലൊക്കെ കൊടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ മൂടി വെച്ചിട്ടാണുള്ളത്. പണിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. വീട് പണിയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണല്ലേ, പണിക്കാരെ കിട്ടാനും. അതുപോലെ തന്നെ ഓരോ പണി നടക്കുമ്പോഴും അപ്പോഴേക്ക് ഷീറ്റിട്ട് മൂടേണ്ടിയൊക്കെ വരൂലേ. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അവസ്ഥ കേട്ടോ. മുല്ലവള്ളിയൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. പ്ലാവ് ഇതാ. അപ്പോൾ പ്ലാവിൻ്റെയൊക്കെ ചോട്ടിൽ തടർത്തിട്ട് എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതാണ് തൊട്ടടുത്തുള്ള പറമ്പുള്ള ആലയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഒരു ചെറിയ ഷീറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീണു. അത് ഞങ്ങളിവിടെ സിറ്റ് ഔട്ടിലിരുന്ന് ചായയൊക്കെ കുടിക്കും. അപ്പോൾ നേരെ നോക്കണ അവർ വളക്കുഴീൻ്റെ ഭാഗമാണ് കേട്ടോ കാണുക. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു പച്ച ഷീറ്റോണ്ട് മൂടിയതിന്. അപ്പോൾ അതൊക്കെ പോയിപ്പോൾ. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കണം. മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യ. വെള്ളം ഫുള്ളും അങ്ങനെ ആയതുകൊണ്ട് പല സ്ഥലത്തു നിന്ന് ഒലിച്ച് വരൂലേ, വെള്ളം മതിലും ഗേറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ മാവാണ് കേട്ടോ, ബഡ് ചെയ്ത് അത് വളർന്നിട്ടില്ല. ഓരോ കൊല്ലും ഓരോ മാങ്ങ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു മാവാണിത്. ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ 2-3 കൊല്ലമായിട്ട്. ഇനിയിപ്പോൾ ഉണ്ടാവുമോ ഒന്നും അറിയില്ല. വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളെ പപ്പായൻ്റെ മരം. എപ്പോൾ നോക്കിയാലും 2 കുഞ്ഞതുണ്ടാവും എന്നല്ലാതെ ഇതൊന്നും വലുതാവണമൊന്നും കാണലില്ല കേട്ടോ. എങ്ങനെയാണ് വളം ഇട്ട് കൊടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. വെള്ളമില്ലാഞ്ഞിട്ടോ എന്താണാവോ ഇങ്ങനെ ആയത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വീഡിയോ എടുത്തതുകൊണ്ടാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ കേട്ടോ.
മുറ്റത്ത് ഒരുപാട് പണികൾ ഇനിയും ബാക്കിയുണ്ട്. വീട് പണിയൊക്കെ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഞങ്ങളങ്ങനെ കുടിയിരുന്നതാണ്. അപ്പോൾ ഇനിയും ചുറ്റുമതിലൊക്കെ കെട്ടി ശരിയാക്കാനുണ്ട്. അതുവരെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെയുള്ള വരിവെള്ളമൊക്കെ വന്നിട്ട് നന്നായിട്ട് മുറ്റത്തൂടെ ഒലിച്ച് പോകും കേട്ടോ. അപ്പോൾ അപ്പുറത്തുനിന്ന് മുകളിലുള്ള വീട്ടിൽ നിന്നൊക്കെയുള്ള വേസ്റ്റുകളും പ്ലാസ്റ്റിക്കും ഒക്കെ മുറ്റത്തേക്കൊക്കെ വരും കേട്ടോ. എല്ലാ മഴക്കാലവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മുറ്റം ചപ്പിളിയായിട്ട് ഒന്നായിട്ട് അങ്ങനെ കിടക്കലാണ്. മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വരിവെള്ളമൊന്നും വരില്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഇതങ്ങനെ വൃത്തികേടായി കിടക്കണ കാണുമ്പോൾ കുട്ടികൾക്കൊന്നും ഇറങ്ങാനൊക്കെ തോന്നില്ല. വഴിക്ക് വീണു പോവുകയും ചെയ്യും കേട്ടോ. മുറ്റടിക്കൽ മഴക്കാലത്തൊന്നും മിക്കവാറും നടക്കില്ല, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. പിന്നെ മഴ ഇല്ലാത്തപ്പോഴൊക്കെ ഇറങ്ങിയിട്ട് മുറ്റടിക്കേണ്ടി വരും. പിന്നെ ഇവിടെ മുറ്റത്ത് കുറേ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പ വെച്ചതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നുള്ള അവകാശം നമുക്കില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും വാഴ തന്നെയാണ് ചുറ്റും. ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ശരിക്കും കിട്ടൂല, വാഴ ഉണ്ട് കേട്ടോ. പിന്നെ വാഴ അവിടെ നിൽക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല രസമാണ്. നവംബർ ഡിസംബറൊക്കെ മാസത്തിൽ കോടമഞ്ഞൊക്കെ മൂടി കിടക്കണ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ, മലമുകളിലൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ്. നമ്മൾ രാവിലെ കുട്ടികളെയൊക്കെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മൾ മുറ്റത്ത് ഇറങ്ങുമ്പോഴൊക്കെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. മഴക്കാലത്ത് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കൽ ഒരു ഭയങ്കര ടാസ്ക് തന്നെയാണല്ലേ. അവർക്കും നീക്കാനും പോകാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മാത്രമല്ല, വെള്ളം ഇങ്ങനെ കെട്ടി അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവണ്ടേ മഴയും കൊണ്ട്. മിക്കവാറും ഭയങ്കര കാറ്റടിച്ചിട്ട് കുട അങ്ങോട്ട് മലക്കം മറിയും. പിന്നെ ഫുള്ള് ഡ്രസ്സ് നനഞ്ഞിട്ടായിരിക്കും മിക്കവാറും കുട്ടികളൊക്കെ സ്കൂളിൽ പോവുക. ഇപ്പോൾ എല്ലാവരും പെട്ടെന്നൊന്നും സ്കൂൾ തുറക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പല സ്ഥലത്തും വെള്ളം മൂടി കെട്ടി നിൽക്കണമുണ്ട്. ഇവിടെയും ചില സ്ഥലത്തൊക്കെ നല്ലോണം വെള്ളം മൂടിയൊക്കെ നിൽക്കും കേട്ടോ. ഇത് ഞങ്ങൾ അടുക്കള ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പുഴയാണോ എടുത്തെന്ന് തോന്നിപ്പോവും ചില വീഡിയോ എന്നൊക്കെ നോക്കുമ്പോൾ കേട്ടോ, വെള്ളം കെട്ടി കിടക്കണം. അപ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ. പക്ഷേ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കും ചില സ്ഥലത്തൊക്കെ വെള്ളം മൂടിയിട്ട് സഞ്ചരിക്കാനൊന്നും പറ്റാത്ത രീതിയിലൊക്കെ ആകുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. കണ്ടാൽ പുഴയാണോ എന്ന് തോന്നിപ്പോകും ചില ആംഗിളിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ. പുഴ മുറ്റത്തില്ല പോലെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ്. ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലേക്ക് മഴ പെയ്യുന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ വീഡിയോകളൊക്കെ കസിൻസിനൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവരും പറയും കേട്ടോ, ഒരു ചായയൊക്കെ കുടിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ നേരെ പോകണ അറിയില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, നല്ല രസമാണ്. പിന്നെ കുറേ നേരമൊന്നും നമുക്കിങ്ങനെ കാഴ്ച കണ്ടിരിക്കാൻ സമയം കിട്ടില്ല. നമ്മൾ തന്നെയല്ലേ നമ്മളെ വീട്ടിലത്തെ എല്ലാ ജോലികളും ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ അങ്ങനെ സമയമൊന്നും കിട്ടില്ല കേട്ടോ. ഇവിടുന്ന് മലമുകളിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ ഈ വീട് വെച്ച ഉടനെയൊക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടെ വാഴ വന്നതുകൊണ്ട് ശരിക്കും അവിടെ കാഴ്ച കിട്ടുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ പോകുമ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കസിൻസിനൊക്കെ ഇവിടുത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ല രസമാണെങ്കിലും എൻ്റെ ഉമ്മാക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ പേടിയാണ് കേട്ടോ. നിങ്ങളെ മതിലൊക്കെ ഇടിഞ്ഞ് ചാടുമോ, താഴെ വെള്ളം കെട്ടിക്കണില്ലേ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. ഈ മതിലൊക്കെ മുമ്പ് പൊടിഞ്ഞ് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മഴയ്ക്ക്. പിന്നെയും ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചതാണ് കേട്ടോ. ഉമ്മമാർക്ക് എപ്പോഴും മക്കൾ സേഫാണോ എന്നുള്ള ചിന്തയാണല്ലോ ഫസ്റ്റ് വരിക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉമ്മാക്ക് അയച്ചു കൊടുത്തപ്പോൾ ഉമ്മാക്ക് അത്ര സന്തോഷമൊന്നുമല്ല തോന്നിയത് കേട്ടോ. താഴെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇപ്രാവശ്യം നിങ്ങളെ മതിൽ പൊളിഞ്ഞാടുമോ എന്നുള്ളൊരു ബേജാറാണ് ഉമ്മ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ മതിൽ പൊളിഞ്ഞാടിയ സമയത്ത് അപ്പുറത്ത് മതിലിൻ്റെ പണി എടുക്കുന്ന ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തെ പറമ്പിൽ അവരൊക്കെയാണ് ഓടി വന്നതും കല്ലൊക്കെ പെറുക്കിയെടുക്കാനൊക്കെ സഹായിച്ചതും. പിന്നെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കന്നെ മതിലിൻ്റെ പണിയൊക്കെ തുടങ്ങി. അങ്ങനെ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങനെ കെട്ടിട്ടോ. ഓരോ മഴക്കാലം വരുമ്പോഴും അതൊക്കെ ഓർക്കും കേട്ടോ. അപ്പോൾ ഇതാ മഴക്കാല കാഴ്ചകളും കഥകളൊക്കെ കേട്ടില്ലേ. നീ ചായ കുടിക്കട്ടെ കേട്ടോ. ഞാൻ രാവിലെ വിളയിച്ചതും കട്ടൻ കാപ്പിയാണ് രാവിലെ ഉണ്ടാക്കിയത് കേട്ടോ. സിമ്പിളായിട്ട് മതിയെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവിടെ 10 മണിക്ക്
കഞ്ഞി കുടിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറിയരി കഞ്ഞിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.